ഹായ് ഗായ്സ്, ഈ വടിയൊക്കെ പൊട്ടിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഈ പൈപ്പിനുള്ളിൽ ഒരു പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഞാനും തുമ്പിയും പിന്നാലെ കൂടി ഇതിനെ കാവിനുള്ളിൽ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. വീട്ടിൻ്റെ വിറക് വരയിൽ ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഈ പൈപ്പിലാക്കി എന്നാണ് വിനോട്ട് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കറിയില്ല, ഇനി എന്നെ പ്രാങ്കരണം പറ്റാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ചെന്ന് നോക്കാം. ഞാൻ തുമ്പിയും പിന്നാലെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാവ്. വീടിന് തൊട്ടടുത്ത് ചേർന്നൊരു കാവാണിത്. ഇവിടെ മുന്നേ ഒരുപാട് കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കുരങ്ങുകളൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് തേങ്ങയും മറ്റുള്ള പച്ചക്കറികൾ നശിപ്പിക്കുന്നതുകൊണ്ട് അവയെ വനം വകുപ്പുകാർ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയതാണ്. ഈ കാവിനുള്ളിൽ കൂടെ വയലെല്ലാം നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് മഴക്കാലത്ത് വളരെ ഭംഗിയായിരിക്കും ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തെ കെട്ടയച്ചിട്ട് മുട്ടി നോക്കുകയാണ്. വരുമെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് മറ്റേ ഭാഗത്ത് കെട്ടും കൂടി ഒന്ന് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് തവണ മുട്ടി നോക്കി. പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് വരുന്നില്ല കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചു എന്നെ പ്രാങ്ക് ചെയ്തതാണെന്ന്. അത്ര ശ്രമിച്ചിട്ടും ഉള്ളിൽ കയറിയ കക്ഷിക്ക് പുറത്തിറങ്ങേണ്ട ഒരു വിചാരമില്ല. പാമ്പിനെ നോക്കി തുമ്പിയുടെ ക്ഷമ നശിച്ച്. തുമ്പി പറഞ്ഞ അച്ഛൻ പറ്റിക്കാണോ എന്ന് തുമ്പിക്കും സംശയമായി. നമ്മുടെ കാവിൻ്റെ ഒരു മനോഹരമായ വീഡിയോ പിന്നീട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് തവണ നോക്കിയിട്ട് പാമ്പിന് വരേണ്ട വിചാരമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിനോട് എന്നെ പറ്റിച്ചാണെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ എന്നാലും വിനോട് വിട്ടില്ല. മുട്ടുന്ന കാണുമ്പോൾ പിന്നെ ഒരു സംശയം ഉണ്ടാവുമായിരിക്കും അല്ലേ? നോക്കാം നമുക്ക്. തുമ്പിക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പറ്റിച്ചാണെന്ന് ദേഷ്യം വരുന്നുണ്ട്. മറ്റേ ഭാഗം കൂടി വിനോദനെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അയക്കുന്നുണ്ട്. തിരിച്ചു പിടിച്ചിട്ട് മുട്ടി നോക്കി. എങ്ങനെ മുട്ടിയിട്ടും കച്ചി പുറത്തേക്ക് ചാടുന്നേ ഇല്ലല്ല. എന്താ സംഭവിച്ചേ? എന്ത് പാമ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക? സാധാരണ വളപ്പിലൊക്കെ ചേരപ്പാമ്പുണ്ടാവും, പിന്നെ വളരപ്പാനുണ്ടാവും, പിന്നെ മറ്റേ ചെറിയ ചെറിയ സർപ്പലൂട്ടിയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ വളപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്ത് പാമ്പാണാവോ? പക്ഷെ ഇത്രയും അടി കിട്ടിയിട്ട് പുറത്ത് ചാണ്ട വിചാരില്ലല്ലോ. ഇപ്പൊ ഉറപ്പായി. എന്തായാലും ഇന്നത്തെ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ വിട്ടില്ലല്ലോ. ആ ഭാഗവും നയിച്ചു നോക്കി. എന്നിട്ടും വരുന്നാണെന്നല്ല. എന്നാൽ പിന്നെ വിനോട്ടൻ വിചാരിച്ചെന്നാൽ പിന്നെ കോലെടുത്തൊന്ന് കുത്തി നോക്കാനായി. അങ്ങനെ വിനോട്ടൻ കോലെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി താഴത്തോടും കുത്തിയപ്പോൾ ഇപ്പോൾ വരുന്ന വെച്ചാൽ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അതാ പൈന്ന് ഇത് ചേരക്കുട്ടി തന്നെ, ഒരു കുഞ്ഞ് ചേരക്കുട്ടി. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകലായി ഗായ്സ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.